ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു എണ്ണയുമായിട്ടാണ് കേട്ടോ. നമ്മുടെ തലയിൽ തേക്കുന്ന നല്ലൊരു എണ്ണയുമായിട്ടാണ്. നമ്മുടെ മുടി കൊഴിച്ചിലിനും താരൻ നന്നായിട്ട് കുറയുന്നതിന് വേണ്ടിയും മുടിക്ക് നല്ല ഉള്ളുണ്ടാകുന്നതിന് വേണ്ടിയും അതുപോലെ നമ്മുടെ തലവേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും. നമ്മുടെ മുടി നല്ല നീളം വെച്ചിട്ടെങ്കിൽ നല്ല ഉള്ളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് മുടി കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെല്ലാത്തിനും പറ്റി നല്ലൊരു എണ്ണയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പുരയിടത്തിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കണം. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന പച്ചമരുന്നുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് പുരയിടത്തിൽ നിന്നാണ് കേട്ടോ, പുരയിടത്തിൽ നിന്നാണ് നമ്മൾ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു ആളതാമസം ഇല്ലാത്തൊരു പുരയിടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അശോകപ്പൂവ് അഥവാ അശോകത്തെറ്റിയൊന്ന് പറിച്ചെടുക്കാം. നല്ല ഉയരമുള്ള മരത്തിലാണ് അശോകപ്പൂവുള്ളത്. നമുക്ക് കൈയെത്താൻ കഴിയത്തില്ല. അപ്പോൾ നമുക്കിതിൻ്റെ മണ്ടയിൽ കയറി ഒന്ന് പറിച്ചെടുക്കാം. അപ്പം ഞാൻ മോനെ കയറ്റി ഇതിൻ്റെ അശോകപ്പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് അശോകപ്പൂവേ കിട്ടിയിട്ടുള്ളൂ. കാരണം നല്ല ഉയരത്തിലാണ് ഈ പൂവൊക്കെ നിൽക്കുന്നത്. അവൻ്റെ കൈ എത്താനും നല്ല പാടാണ്. പോരാത്തതിന് നല്ല ഉറുമ്പും ഉണ്ട് മരത്തിൽ. അതുകൊണ്ട് നമുക്ക് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്ര അശോകപ്പൂവേ കിട്ടിയിട്ടുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ചെടിയെ നിങ്ങൾക്കറിയാമോ? നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ പറമ്പുകളിൽ കാണുന്ന ഒരു തരം ചെടിയാണ്. ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ യഥാർത്ഥ പേരെന്തെന്നറിയില്ല. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കിളിക്കാമ്പെട്ടി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഇത്രേ അശോകപ്പൂവ് കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് കൈതോന്നിയാണ്. അടുത്തതായി നമുക്ക് വേണ്ടത് നമ്മുടെ പുരയിടത്തിൽ കാണുന്ന പൂവാങ്കുറുന്തലാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് ചെറിയ ചുമന്ന ഉള്ളിയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് റോസ്മേരി ചെടിയുടെ ഇലയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണങ്ങിയ ഇലയാണ്. നിങ്ങൾക്ക് പച്ച ഇല വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഉണങ്ങിയ കാട്ടുനെല്ലിക്കയാണ്. ശേഷം നമുക്ക് കരിഞ്ജീരകം കൂടെ എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് 2-3 ചെറുനാരങ്ങയാണ്. ഇത് കുറച്ച് ഉണങ്ങിപ്പോയിട്ടുണ്ട്, അതിന് സാരമില്ല. നമുക്ക് ചെറുനാരങ്ങ കൂടെ എടുക്കാം. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ അമ്മിയിലിട്ടോ നമുക്കൊന്ന് തല്ലിയെടുക്കാം. ഞാനിവിടെ ഉണങ്ങിയ കാട്ടുനെല്ലിക്കയും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ അമ്മിയിലിട്ടാണ് ഇത് തല്ലിയെടുക്കുന്നത്. ഒരുപാടൊന്നും അരഞ്ഞു പോകണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കരിഞ്ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരച്ചത് കൂടാതെ കുറച്ച് കരിഞ്ജീരകം കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ അരച്ച് വെച്ചിട്ടുള്ള പച്ചമരുന്നുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ സമയം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കും. ആ കൂട്ടത്തിൽ ഒരു അടപ്പ് വെച്ച് അടയ്ക്കുന്നത് നന്നായിരിക്കും. എണ്ണ തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടും. ആ സമയത്ത് നമ്മുടെ അടപ്പൊക്കെ എല്ലാം മാറ്റി കൊടുക്കാം. എന്നിട്ടൊരു തവി കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ എണ്ണ നന്നായിട്ട് മൂത്ത് കിട്ടും. നമ്മളിട്ട പച്ചമരുന്നുകളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയം നമ്മുടെ എണ്ണ എല്ലാം റെഡിയായി. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഒരു അരിപ്പ കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിലോ ഒരു ബോട്ടിലിലോ ഒക്കെ സൂക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.